നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ പളനിയിലെ ഡേ വ്യൂ കാണാനായിട്ട് ചുമ്മാ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ കേരളത്തിലോട്ട് പോകണം. ഇത് കഴിയുമ്പം 12 മണി വരെ ചെക്കൗട്ട് ഉണ്ട്. പിന്നെ നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. നമുക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ലല്ലോ, വീണ്ടും ഒന്നുകൂടെ വരണമെന്നുണ്ട്. കാരണം അമ്മൂസിന്റെ പനി ആയതുകൊണ്ട് ഇന്നലെ കയറാൻ പറ്റില്ല അമ്പലത്തില്. പനി പിടിച്ചു കഴിച്ചതിൽ ഒട്ടും വയ്യായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും തളർന്നു. ഞാനും എന്റെ ചക്കപ്പി ഡോക്ടറിനെ വിളിച്ച് മെഡിസിൻ എല്ലാം എടുത്ത് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ ഓക്കെ. ഇവരെ നോക്കണം കേട്ടോ. ഞാൻ ഫോൺ എടുത്ത് മിക്കവാറും ബൈലിട്ടുണ്ട് പോകുന്നത്. നമ്മൾ വന്ന വഴിയുണ്ട് ഇതാട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. നമ്മുടെ ഹോട്ടലുണ്ട് അപ്പുറത്ത്, ആ ചുമന്ന ബോർഡ് വേണമല്ലേ അതിൻ്റെ അപ്പുറം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി വരുന്നില്ല, നമ്മളിങ്ങനെ ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഉള്ള ബസ്സാണ് ഇതിൻ്റെ ഈ ബാറ്ററി ടോ ഇല്ലേ, ബാറ്ററി ടോയില്ല, ബാറ്ററി കാറല്ല ബസ്, ചെറിയൊരു മിനി ബസ്സുണ്ട്. പിന്നെ ഈ സാധനമുണ്ട് ബാറ്ററി കാറ്. അതിൻ്റെ പിക്കപ്പിൻ്റെ പോയിൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ പോയി ഒരു വെയിറ്റ് പോലുണ്ട്, അവിടെ പോയി നിൽക്കുക. അപ്പോൾ ഇവർ അവിടെ കൊണ്ട് നമ്മളെ ഇറക്കി വിടും. ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഫ്രീ ആണ് കേട്ടോ, ആരും പൈസ ഒന്നും കൊടുക്കുന്നില്ല. ആ പിക്കപ്പ് പോയിൻ്റ് നിൽക്കുക, നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മളെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് വരും. കണ്ടതാണ് ഇവിടുത്തെ പിക്കപ്പ് ചെയ്യുന്ന സ്ഥലം. ബാറ്ററി കാർ നിൽക്കുന്ന സ്ഥലം എന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും. എൻ്റെ കൂട്ടത്തിൽ 2 പേര് വന്നായിരുന്നല്ലോ, ദാ നിൽക്കുന്നു. നമ്മളെ മലയിലോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കാടാണ് കേട്ടോ. ഇവിടെ വലിയൊരു ടോയ് കടയൊക്കെ ഉണ്ട് കേട്ടോ. ചക്കപ്പന അതിനകത്ത് കയറാൻ പോയെന്ന് തോന്നുന്നു. അതേ നിൽക്കുന്നു, എന്നെ കൊഞ്ഞനങ്ങ് നിർത്തിക്കൊണ്ട്. വെള്ളി, ശനി, ഞായർ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വരും. അപ്പോൾ സ്കൂളിനൊക്കെ അവധിയായിരിക്കും, ആ സമയത്തൊക്കെ ആൾക്കാർ വരത്തുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും വലിയ തിരക്കില്ലെന്ന് പറയും. അതേ പോകും നമ്മുടെ ബാറ്ററി ബസ് ദേ പോകും. കണ്ട ദേ പോകുന്ന അടുത്തത്. അമ്മ ഇവിടെ ഉള്ളൊരു കട, ബാക്കിയൊന്നും തുറന്നിട്ടില്ലെന്നോ നമുക്ക്. അത് നമുക്ക് അപ്പുറത്തോടെ കയറി വന്നാൽ മതിയായിരുന്നു. എന്നാ ബാ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ സാർ ഇങ്ങോട്ട് നോക്കൂ. ചക്കുനെ കണ്ടോ ഗൈസ്, നിന്നെ എവിടെ പോയാലും ഇപ്പോൾ ഒരു ബാഗ് മേടിച്ചു കൊടുത്തേ. ഇപ്പോൾ ആ ബാഗ് ഇട്ടുകൊണ്ടേ ഫ്രീക്കാനായിട്ടേ നടക്കത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, ആ മണ്ണിക്കറല്ലേ ഇടിക്കുന്നേ. ഇപ്പം മണ്ണിക്കറി ആ കാലിട്ട മണ്ണിനകത്തിട്ട് ഒരയ്ക്കും, എന്നിട്ട് കാല് ചള്ളയാകും. എന്നിട്ട് കാലേ മണ്ണാകുന്ന അവന് ഇഷ്ടമല്ല. എന്ന് വെച്ച് മണ്ണിൽ കളിക്കുകയും വേണം. ഇങ്ങോട്ട് നോക്കിയേ, തിരിഞ്ഞു നിന്നെ കാണട്ടെ ഒന്ന്. ആൾക്കാർക്ക് എന്നെ കാണണമെന്ന് നോക്കിയേ ഒരു ഹായ് പറഞ്ഞേ. ചിരിച്ചുകൊണ്ട് പോവാ കള്ളത്തരം കാണിച്ച്. എന്നാൽ ടോയ് വേണ്ടേ. കണ്ട അത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു. ഇതുകൊണ്ട് അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് ഇതിലെങ്ങോട്ട് വരാം. പിന്നെ ഇതുണ്ട്, ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് വാ. എന്നിട്ട് അവർ ടോക്കൺ തരും. ആ ടോക്കൺ നമ്മുടെ കൈ വെച്ചാൽ തിരിച്ചു വരുമ്പം നമ്മുടെ ചെരുപ്പ് തിരിച്ചു തരും. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ടോക്കൺ ഒന്നും കിട്ടിയില്ല, കട ഇറക്കിയതുകൊണ്ട്. ഇപ്പോൾ ഭയങ്കര തിരക്കട്ടോ അവിടെ. ഇന്നലെ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ലായിരുന്നു. എന്തൊരു വിജയനായിട്ട് കൊടുക്കുന്നു രാത്രിയിൽ. ഇന്നലെ അവർ പറഞ്ഞ് ശരിയാന്ന് തോന്നുന്നു അല്ലേ. ഇന്ന് ചക്കുനെ കൊണ്ട് കയറാൻ പോയെന്ന് ചിലപ്പോൾ ഞങ്ങൾ ഇത്ര സമയമായിട്ട് ഇറങ്ങി വരത്തില്ലായിരുന്നു. അയ്യോ എന്ത് തീർക്കോ. അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ വേറെ വഴിയുണ്ടമ്മോ ഇതിൽ. ഇവിടെ ചെക്കിങ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ എന്തൊരു തിരക്കപ്പാ ഇന്ന്. തലയൊക്കെ മുട്ടയടിച്ചിട്ട് പോകുന്നവർ ഇറങ്ങി പോകുന്നത്. എന്ത് അല്ലല്ലോ, ചെരുപ്പ് ഫ്രീയാ. അവിടെ ഫോണിന് മാത്രമേ ഉള്ളൂ 5 രൂപ. ഞാൻ ഇവിടെ ഉണ്ട് ഫോണൊക്കെ സൂക്ഷിച്ചത്. ഫോണിൻ്റെ ഒക്കെ കൗണ്ടർ രാത്രി 11 മണി വരെ ഓപ്പണാണ്. ഇതൊക്കെ അമ്പലത്തിൽ രാവിലെ പോയിട്ട് വരുന്നവരാ കേട്ടോ എല്ലാവരും. ചക്കുന് ഓർമ്മയുണ്ടോ ഇവിടെ? എപ്പോൾ വന്നു? ഇന്നലെ വന്നായിരുന്നോ? ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിലെല്ലാം കറങ്ങി നടക്കുമായിരുന്നു. എന്തൊരു ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. ആ സൈഡിൽ കൂടെ ഒരു കയറി പോകുന്ന വഴിയുണ്ട് കേട്ടോ. അതിലെ പോയാൽ വലിയ കടുപ്പും ഇല്ലെന്ന് തോന്നുന്നു. ഇതിലാണെങ്കിൽ കുത്തനെയുള്ള കയറ്റമാണ്. എന്താണ് നമ്മൾ ഇന്നലെ കവാടത്തിന് വേണ്ടി പോയില്ലേ, ഇവിടെ ഒരു ആനക്കൊട്ടര് പോലുള്ളൊരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളുണ്ട് അതിലേ കയറി. പക്ഷേ ഇപ്പം അതിലേ കയറ്റി വിടുന്നില്ലല്ലോ. ഇന്നലെ പക്ഷേ അതിലായിരുന്നു കയറ്റി വിട്ടു കേട്ടോ. ഇപ്പം അതിലേ കയറി പോകുന്നില്ലല്ലോ ആരും. ചക്കുപ്പി തൻ്റെ ഇവിടെ അയക്കുന്നു. അമ്മൂസാണെങ്കിൽ ഭയങ്കര വെയിൽ, ഇങ്ങോട്ട് വരാൻ വയ്യാണ്ട് അമ്മൂസ് അപ്പുറത്തിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വന്നേ.
ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഗൈസ്. ഓ ഇതിന് മണ്ടയിൽ ആരിങ്ങനെ പടം വരച്ച് ഫ്ലെക്സും ഇല്ല എനിക്ക് ഗൈസ്. ഇതിലെയാണ് ഞങ്ങൾ ഇന്നലെ കയറിപ്പോയി കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്ക്. അമ്മൂസ് അപ്പുറത്തെ കണ്ടിരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ അമ്മൂസിൻ്റെ അടുത്തോട്ട് പോവാം. ചക്കുന് വീണ്ടും ഒരു കാറൂടെ മേടിച്ച്, BMW മേടിച്ചത് ഞാൻ പറഞ്ഞ സന്തോഷത്തിരിക്കുന്നവൻ. അപ്പം ഞങ്ങൾ ഇതിലും കൂടെ നടന്ന് പോകണം ഗൈസ്. ഇവിടെ നിന്നെയും പോയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്ന് പോകണം വീട്ടിലോട്ട്, അല്ല റൂമിലോട്ട്. അവിടെ ചെന്ന് ഇനി ചെക്കൗട്ട് അടിച്ച് ഞങ്ങളിനിയും ഞങ്ങളുടെ നാട്ടിലോട്ട് പോകണം ഗൈസ്. ഇനിയും പറഞ്ഞ അപ്പുറത്തറങ്ങ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പളനി കറക്കം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, അല്ല റൂമിലോട്ട് പോവാം. ഇനി അവിടെ നിന്ന് ചെക്കൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകും. അപ്പം നമ്മുടെ പളനിയിലെ വിശേഷങ്ങളൊക്കെ ഇതിലൂടെ തീർന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ട്, നാളെ കാണാം. അപ്പോൾ ഇനി നമ്മുടെ നാട്ടുവിശേഷമൊക്കെ കാണാം. ഓക്കെ, ഞങ്ങളുടെ നാടൊന്നും ഞങ്ങൾ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ട്, പിന്നെ കാണാം. ബൈ.